പുതിയൊരു ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനൊരു പുതിയൊരു ചാനലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചാനലിന്റെ പേരും ഗ്ലിച്ചോൾട്ട് എന്ന് തന്നെയാണ്. അപ്പോഴത്തേക്കും ഗ്ലിച്ചോൾട്ട് എക്സ്ട്രീം എന്നാട്ടോ. അപ്പോഴത്തേക്കും ഇത് സെക്കൻഡ് ചാനലായിട്ട് തുടങ്ങിയതല്ല, നമ്മുടെ ഒരു മെയിൻ ചാനലായിട്ട് തന്നെ തുടങ്ങിയ കേട്ടോ. അപ്പൊ ഈ ചാനലിനകത്ത് നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ഇതിനകത്ത് ഫസ്റ്റ് കളിക്കാൻ പോകുന്ന ഗ്രാനി കേട്ടോ. അപ്പൊ എനിക്ക് മൊബൈലിലുള്ള ഹൊറർ ഗെയിംസിൽ ഫേവറേറ്റ് ഉള്ള ഗെയിമാണ് ഗ്രാനി. അപ്പം ഗ്രാനിയിൽ തന്നെ തുടങ്ങാന്ന് വെച്ചു. നമ്മുടെ ഈ ചാനൽ കൂടെ എല്ലാവരും സബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോ എന്തായാലും ഗെയിമിലോട്ട് പോവാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം, എനിക്കൊന്ന് ഒന്നര വർഷം തോന്നുന്നു കേട്ടോ. 1.5 വർഷത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്രാനി അമ്മൂമ്മയുടെ വീട്ടിലോട്ട് പിന്നെയും വന്നിരിക്കുക കേട്ടോ. ഓ, എനിക്കിപ്പം നൊസ്റ്റാളജി വരുന്നു കേട്ടോ. ഒരുപാട് വർഷമൊന്നും അല്ല, 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ അപ്പം ഇവിടെ പ്രാക്ടീസ് മോഡിൽ നടക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷം കളിക്കുമല്ലോ, ഈസിയിലിട്ട് തന്നെ കളിക്കാം. ഈസി വേണോ നോർമൽ വേണോ? ഈസി അടക്കട്ടെ. നമുക്ക് എന്തായാലും നോർമൽ, എക്സ്ട്രീം, ഹാർഡിലൊക്കെ നമുക്ക് എന്തായാലും പതിയിട്ട് നമ്മൾ കളിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗ്രാനി അമ്മൂമ്മേനെ കണ്ടിട്ട് കുറച്ച് നാളായിട്ടോ. നമ്മുടെ അപ്പം DJ ഗ്രാനിനെ കീഴടക്കി ഒന്ന് കണ്ടായിരുന്നു. ഓ, ഇത് നമ്മുടെ മുമ്പത്തെ മൊബൈലിന്റെ ഗ്രാനിയുടെ അല്ലല്ലോ. അപ്പൊ ഗായ്സ്, നമ്മളേതോ കാട്ടിൽ നിൽക്കുക കേട്ടോ. ഏതോ കാട്ടിൽ നമ്മളെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ റീമേക്ക് കണക്കാൻ അവിടെ ഒരു വീഡിയോ കാണും. പക്ഷെ നമ്മുടെ മൊബൈലിനകത്ത് ഇതെനക്ക് സംഭവം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു, ഞാനത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ്. എനിക്കൊരു ഓർക്കുന്നില്ല. അതേ നമ്മുടെ വീട്, അമ്മുമ്മയുടെ വീട് അവിടെ ഉണ്ട് കേട്ടോ. എവിടാണ് ഗ്രാനി അമ്മുമ്മ? എവിടെ കാണുന്നില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഒന്ന് തലമണ്ടിക്കിട്ട് അടിക്കുമായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. ഓ, അവിടെ കണ്ട് മുളുസ് അവിടെ ഒളിച്ചിരിക്കുക കേട്ടോ. മരത്തിനെ മുറക്കി ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ കാണത്തില്ലെന്ന് വിചാരം, കൊച്ചു കള്ളി. എന്തായാലും നമുക്ക് നമ്മുടെ പെട്ടെന്നൊന്ന് എത്തുവോ? എടാ, എനിക്കറിയാം ഇപ്പൊ അവര് തലമണ്ടിക്കിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ പുറകോട്ട് ഇരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മോന്തൊക്കെ ഇട്ട് ഒട്ടെണ്ണം കൊടുക്കും. അത് തന്നെ ഗ്രാനിമ്മ പല്ലും തേക്കാറില്ല തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മളെ ഇപ്പം ഇനി നമ്മൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ പണ്ട് ഗ്രാനിക്കകത്തൊക്കെ പ്രോ ആയിരുന്നു. ഇപ്പം നോക്കണം എങ്ങനെയാണെന്നൊക്കെ. ഡേ 1. അപ്പൊ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡേ 1 ആയിട്ടുണ്ട്. ഓ, നമ്മുടെ മുറിക്കകത്തുനിന്ന് നമ്മളങ്ങോട്ട് എഴുന്നേക്കോട്ടെ. അവിടെ ടോർച്ചൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇതിനകത്ത് ടോർച്ചും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോ ടോർച്ച് അങ്ങോട്ട് എടുത്തേക്കാം. ടോർച്ച് കിട്ടി ഗായ്സ്. നമുക്കിങ്ങനെ ടോർച്ച് ഇട്ടിട്ടുണ്ട്. ഓ, പണ്ടത്തെ ആ ഒരു പാട്ട്. നമുക്കപ്പോ ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടോ നോക്കാം. ഇത് ലീവ് ദിസ് ഹൗസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം എനിക്കൊന്ന് ഗ്രാനി അമ്മൂമ്മ നമ്മള് ഗ്രാനി അമ്മൂമ്മയുടെ ഫ്രണ്ടിലോട്ട് തന്നെ വന്ന് ചാടിക്കൊടുത്തു കേട്ടോ. അവരോട് നിൽക്കുന്നവരെ അറിഞ്ഞില്ല. ഭയങ്കര ഇരുട്ട് കേട്ടോ. ഇത്ര ഇരുട്ടുണ്ടായിരുന്നു മുമ്പിനകത്ത്? ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇത്ര ഇരുട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മളെ പണിതരാൻ വേണ്ടിയിട്ട് ഇരുട്ടൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കപ്പോ എന്തായാലും ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഐ ഹാവ് ലീവ് ദിസ് ഹൗസ്. അത് തന്നെ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഗ്രാനി അമ്മൂമ്മ എവിടാണ്? കുറെ നാളായി നമ്മൾ ഗ്രാനി അമ്മൂമ്മേനൊക്കെ കണ്ടിട്ട്. എന്തായാലും നമ്മുടെ കയ്യില് സീഡ് കിട്ടിയിട്ടുണ്ട്. സീഡ് എനിക്ക് അറിയാം നമ്മുടെ എവിടെ ഇടണ്ടേന്ന്. ഇതിനകത്തൊക്കെ വല്ലം ഉണ്ടോ? ഇതിനകത്തൊന്നും ഒന്നുമില്ല. അതിനകത്ത് കെണിയൊക്കെ. ഓ, നമ്മുടെ മറ്റേ സംഭവം നമ്മുടെ കാല് തല്ലി ഒടിച്ചു കേട്ടോ തള്ള. അപ്പൊ ഗൈസ്, തള്ള നമ്മുടെ കാല് തല്ലി ഒടിച്ചു. നമ്മുടെ കിണറ്റിലെ ഹൈഡ് ആൻഡ് സീക്ക് എനിക്ക് കളിക്കണ്ട, ഒറ്റയ്ക്ക് കളിച്ചാ മതി. അവർക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണോന്ന്. നമ്മുടെ മറ്റേ സംഭവം അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇപ്പം ഇത് പുറത്തുനിന്ന് ലോക്കാട്ടോ. അയ്യോ, തള്ള വന്ന്. അപ്പൊ ഗായ്സ്, ഇത് നമ്മുടെ മൊബൈലിലൊക്കെ അല്ല കേട്ടോ. കുറച്ച് പാടാണ് ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ. ഇതിന്റെ കീസും കാര്യങ്ങളൊക്കെ വേറെ കേട്ടോ. നമ്മൾ സാധാരണ ഷിഫ്റ്റ് കിക്ക് കഴിഞ്ഞ ഫാസ്റ്റിൽ ഓടാൻ പറ്റുന്നതാണ്. എനിക്കറിയത്തില്ല, ഞാനിത് തോക്കൂന്ന് തോന്നുന്നു കേട്ടോ. ശേ, മൊബൈലിലായിരുന്നെങ്കിൽ ഞാനിപ്പോ പൊളിച്ചേനെ.
എന്തായാലും നമുക്ക് മാക്സിമം ജയിക്കാനായിട്ട് നോക്കണം. അവര് നമ്മുടെ കാല് തല്ലി ഒടിച്ചു. ഇവരുടെ ഫ്രണ്ടിലോട്ട് തന്നെ. ഓ, നമ്മുടെ തോക്കിന്റെ പീസ്. എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണ്ട ഇപ്പം. എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഇപ്പൊ കളിക്കണ്ട. ഓ, ഇവിടെ ബുക്കിരിപ്പുണ്ട്. ഇതിനകത്തൊന്നും ഇല്ല, ഒന്നും ഇല്ല അതിനകത്തൊന്നും. ഇവിടെ ഫോട്ടോയുടെ മറ്റേ പീസ്. ഇത് ക്രൗച്ച് ചെയ്യാനായിട്ട്. ഇതെവിടെയായിരുന്നു സ്ഥലം? ഞാൻ മറന്നു കേട്ടോ. ഓ, നമ്മൾ ഇവിടെ എത്തി. എനിക്കൊന്ന് തള്ള ഇപ്പൊ അങ്ങോട്ട് വരുമായിരിക്കും. ഇവിടെ എങ്ങാണ്ടൊരു പരിപാടി ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് സ്കൂട്ടർ വയർ വേണം. അവിടെ നമുക്ക് സ്കൂട്ടർ അടിച്ച് സെറ്റാക്കാൻ പറ്റും. ഓ, ഇവിടെയാണ് നമ്മള്. ഓ, തോക്കിന്റെ. ഇവിടെ എനിക്ക് നമ്മുടെ പെപ്പർ സ്പ്രേ ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ വെച്ചിട്ട്. നമ്മളാ ബേഡ് സീഡ് അവിടെ ഇരിപ്പുണ്ട് പറഞ്ഞ കണക്ക്. തള്ള അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നേ? ഓ, നമ്മളപ്പം പെപ്പർ സ്പ്രേ. തള്ളയും കൊണ്ട് വരട്ടെ, നമുക്ക് മോന്തൊക്കെ അടിച്ചു കൊടുക്കണം അങ്ങോട്ട്. ഓ, ഇവിടെ കണ്ണ്. ഇപ്പൊ ഗൈസ്, ഇതിനകത്തല്ലായിരുന്നു നമ്മുടെ ഒരു സ്പൈഡർ എസ്കേപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തല്ലായിരുന്നു? ഇതിനകത്തല്ലെന്ന് തോന്നുന്നല്ലേ. തള്ള വരുവാണെങ്കിൽ നമ്മുടെ മോന്തൊക്കെ ഇട്ട് നോക്കി നമ്മുടെ പെപ്പർ സ്പ്രേ അടിക്കും. ഓ, ഇവിടെ കീ ഉണ്ട് കേട്ടോ. എന്ത് കീ? ഏത്? പാഡ്ലോ കീ, പ്ലേ ഹൗസ് കീ. ഓ, നമ്മുടെ പ്ലേ ഹൗസ് കീ ഒക്കെ നമുക്ക് ആവശ്യമുള്ള എത്തും പറഞ്ഞ. നമുക്ക് എന്തായാലും വാ 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 വാ. അവിടെ കിടക്ക്, അവിടെ കിടക്ക്, അവിടെ കിടക്ക്. നമ്മുടെ കാല് തല്ലി ഒടിച്ചു കാരണം ഭയങ്കര മെനക്കേടാട്ടോ. നമുക്ക് ഓടാനൊന്നും മേല. അയ്യോ, ഒരു എഴുന്നേറ്റ് കേട്ടോ. അവരെഴുന്നേറ്റിട്ടുണ്ട്. ഇതിനകത്തായിരിക്കും. ഒന്ന് പോതല്ലേ, പേടിക്കത്തില്ല അങ്ങനെ. ഓ, ഇവിടെ കെണിയൊക്കെ ഇട്ടിരിക്കും കേട്ടോ. നമ്മളങ്ങനെ പേടിക്കത്തൊന്നും ഇല്ല. ഇതെന്തോ എഞ്ചിൻ പാർട്ടോ? അപ്പൊ ഗൈസ്, ഇവിടെ എഞ്ചിൻ പാർട്ടൊക്കെ ഉണ്ട്. പിന്നെയും പിടിച്ചു. അപ്പൊ ഗൈസ്, എന്നെ പിന്നെയും പിടിച്ചു. ഡേ 4. ഇനി ഒരെണ്ണം കൂടെ. ഇത് എനിക്ക് തോന്നുന്നു 2 ഡേയ്സും കൂടെ ഉണ്ടെന്ന് തോന്നട്ടെ ഇനി. അപ്പൊ ഗൈസ്, നമ്മുടെ ബേഡിന്റെ സംഭവം ഞാൻ ഇവിടെ കൊണ്ട് ഇടുവാണ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തോ കിട്ടുന്നതെന്ന് നോക്കാം. ഓ, 2ാമത്തെ ക്രോബാർ നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പൊ ഗൈസ്, ഒരെണ്ണം നമ്മുടെ കിണറ്റിലും കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യണ്ടേ? അയ്യോ, തള്ള വരല്ലേ. ഓ, നമുക്ക് മാസ്റ്റർ കീ കിട്ടി. ഓ, അവിടെ ഉണ്ട്. അവരുണ്ട്. നമുക്കതിൽ എന്തെങ്കിലും മാസ്റ്റർ കീ ഉണ്ട്.
ഇതിൽ അവിടെ കിടക്കട്ടെ ഇത്. പിന്നെ പിടിച്ചു. അയ്യോ, 4ാമത്തെ ദിവസം. എനിക്കിത് ലാസ്റ്റ് ഡേ ആണ് തോന്നിട്ട്. ഇത് ലാസ്റ്റ് ഡേ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തോറ്റ്. അപ്പൊ നമുക്ക് മാസ്റ്റർ കീ കിട്ടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി കട്ടിംഗ് പ്ലെയർ കൂടെ വേണം തോന്നിട്ട് എനിക്ക്. അതൊക്കെ ഇനി എവിടെയാണോ? നമ്മുടെ തോക്കിന്റെ പാർട്ടും സംഭവങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതെടുത്തിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ 1ാമത്തെ തോക്കിന്റെ പാർട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഗായ്സ് കേറി ഹൈഡ് ചെയ്തപ്പോ അപ്പൊ തന്നെ പിടിച്ചു വരി. അപ്പൊ ഗായ്സ് എന്നെ ഗ്രാനി കൊല്ലാൻ പോവാന്ന് കേട്ടോ. കാർ ഇടിച്ച് കൊല്ലാൻ പോവാന്ന് കേട്ടോ. അയ്യോ, ഓ തള്ളതി ഇപ്പൊ ഇടിച്ച് കൊല്ലൂന്ന് കേട്ടോ അവളെ. ആ കയ്യൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടല്ലോ. ഓ ചത്ത്. അപ്പൊ ഗായ്സ് എന്തായാലും നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കും. നമ്മൾ ഗ്രാനിയൊക്കെ പണ്ട് ഒരുപാട് പ്രാവശ്യം കംപ്ലീറ്റ് ആക്കി, എല്ലാ പാർട്ടും കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ അടുത്ത വീഡിയോക്കകത്ത് തന്നെ എന്തായാലും നമ്മൾ ജയിച്ചിരിക്കും. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോക്കകത്ത് കാണാം.